ഇന്നത്തേത് ഒരു ഈവനിങ് വ്ളോഗാണ്. കുട്ടികൾ സ്കൂളിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചിട്ട് അവർ നേരെ കാർട്ടൂണിൻ്റെ മുമ്പിലേക്ക് കയറി കേട്ടോ. അങ്ങനെ അവർ കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് നമ്മളൊരു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നേ. അപ്പം പിന്നെ നമുക്ക് പോകാമെന്നുള്ള രീതിയിൽ ഈവനിങ് തൊട്ടേ ഇങ്ങനെ പറഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് രാത്രിയായി കേട്ടോ. അങ്ങനെ രാത്രി നമ്മൾ ഇറങ്ങി, നമ്മൾ പോകുന്ന വഴിക്ക് ഒരു നല്ലൊരു കാഴ്ചയെ കണ്ടു കേട്ടോ. അങ്ങനെ അവിടെ ഒരു ചെറിയൊരു പാടം പോലെ ഉണ്ട് കേട്ടോ. അവിടെ നല്ല മാനമൊക്കെ നല്ല ഇരുട്ടാവുന്നതിന് തൊട്ടുമുള്ളൊരു ചുവന്ന് നല്ലൊരു വ്യൂ ആയിരുന്നേ. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തി, ട്രോളിയൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ വേണ്ടുന്ന സാധനങ്ങളൊക്കെ പിന്നെ എടുത്തു തുടങ്ങി കേട്ടോ. അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ടുന്ന കുട്ടി ഒരു പർച്ചേസായിരുന്നേ. വലിയ രീതിയിലൊന്നുമില്ല, ചെറിയ രീതിയിൽ അത്യാവശ്യം തീർന്ന സാധനങ്ങൾ മാത്രമേ എടുക്കുന്നുണ്ടായിരുന്നു. ട്രോളി മാനേജ് ചെയ്യുന്നത് മക്കൾസാണ് കേട്ടോ. അവർ രണ്ടുപേരുടെ അത് ഉരുട്ടി എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിൽ, പിന്നെ ഉപ്പ്, അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസൊക്കെ എടുക്കുന്നുണ്ട്. ശർക്കര എടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ഐറ്റംസൊക്കെ എടുത്ത് അവരിങ്ങനെ നിൽക്കുക. മോനാണെങ്കിൽ ഓരോ സാധനങ്ങളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. ഇതിനിടയ്ക്കൂടെ ഇവർക്ക് വേണ്ടുന്ന സാധനങ്ങളും ട്രോളിയിൽ പറക്കിയിടുന്നുണ്ട് കേട്ടോ. ഞാൻ ബില്ലടിക്കാൻ ചെന്നപ്പോൾ കുറേ ഐറ്റംസ്, നമ്മൾ എടുക്കാത്ത കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ട്രോളിയിൽ. അങ്ങനെ അതൊക്കെ കുറച്ച് മാറ്റി കേട്ടോ. പിന്നെ ലിക്വിഡൊക്കെ എടുത്തു. പിന്നെ ബാത്റൂം ക്ലീനർ അതൊക്കെ എടുത്ത്, പിന്നെ ലിക്വിഡും എടുത്ത് ആ ഒരു വിനാഗിരി ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലിക്വിഡും വിനാഗിരിയൊക്കെ നമ്മൾ ബില്ലടിക്കുന്നിടത്ത് ചെന്നപ്പം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അത് മാറ്റി വേറെ എടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ പെൺകുട്ടികൾക്ക് എപ്പോഴും നമ്മൾ കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലേ, പാത്രങ്ങളുടെ ഏരിയ. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് നോക്കി കുറച്ച് നേരം നിന്ന് കേട്ടോ. വാങ്ങിക്കത്തൊന്നുമില്ല, എങ്കിലും നമുക്ക് നോക്കാമല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് അതൊക്കെ നോക്കി, ഇനി വരുമ്പോൾ വാങ്ങാം എന്നുള്ളൊരു ഇതിൽ കുറേയൊക്കെ നോക്കിയിരുന്നു കേട്ടോ. അപ്പോഴേക്കും അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് കേട്ടോ കുട്ടികളുടെ ഒരു ഏരിയ പോലെ, അവിടെ ബുക്ക്, ക്രയോൺസ്, സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ഓരോന്നൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കൂടുതലായിട്ടൊന്നും എടുക്കേണ്ട, വേണമെങ്കിൽ ഒരു സ്റ്റിക്കർ എടുത്തോളാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ അവർ ഓരോ സ്റ്റിക്കർ മാത്രമേ എടുത്തോളൂ. അങ്ങനെ അതൊക്കെ എടുത്ത് അത് ബില്ലടിക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങ് ഇളക്കി അത് ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇപ്പിയൊക്കെ എടുത്തു. അങ്ങനെ ഇപ്പിയൊന്നും ഞാനിങ്ങനെ എടുക്കാറില്ല. പിന്നെ കുട്ടികളിപ്പോൾ വേണമെന്ന് പറഞ്ഞപ്പം അവർക്ക് എടുത്തു. പിന്നെ ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ എടുത്തു. പിന്നെ ടിഷ്യൂ പേപ്പർ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ പച്ചക്കറിയുടെ ആ ഒരു ഭാഗത്തേക്ക് വന്നു കേട്ടോ. അവിടുന്ന് നമ്മൾ അത്യാവശ്യം സവാള, വെളുത്തുള്ളി, തോരൻ ഐറ്റം അതൊക്കെയാണ് എടുക്കുന്നത്. പിന്നെ ബാക്കി ഒരുവിധം എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാനപ്പം അത്യാവശ്യം തീർന്ന ഐറ്റംസ് മാത്രമേ ഇപ്പോൾ എടുത്തോളൂ. അങ്ങനെ ഇവരാണ് ഈ ട്രോളി മാനേജ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരെ കൊണ്ട് ഇടിക്കാനും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ പിടിച്ച് മാറ്റുന്നുണ്ട്. ഇവരിങ്ങനെ നമ്മുടെ കയ്യിൽ തരുന്നില്ല. ഇവർ രണ്ടുപേരും ഇങ്ങനെ ഇതും കൊണ്ട് ഇങ്ങനെ ഉരുട്ടി നടക്കുക കേട്ടോ. നമ്മൾ തരാൻ പറഞ്ഞിട്ടൊന്നും അവരങ്ങ് ചെയ്യാം എന്നുള്ള രീതിയിൽ അവരിങ്ങനെ ഇട്ട് ഉരുട്ടിക്കൊണ്ടിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് പിന്നെ നമ്മൾ നേരെ പാല്, ചീസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എടുക്കാനാണ് പോയത്. അങ്ങനെ നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് പോകുന്നുണ്ട്. വീഡിയോയിൽ ഒരുപാട് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണേ. ഇതിപ്പോൾ കുട്ടികളുമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ഇവരെയും മാനേജ് ചെയ്ത് വീഡിയോയും എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. 3 പേരെയും കൊണ്ട് പോകുമ്പോൾ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. അപ്പം ഇവരെ ഇങ്ങനെ മാനേജ് ചെയ്ത് നമ്മളിങ്ങനെ കൊണ്ടുപോകുമ്പം അത് വല്ലാത്തൊരു പാടാണ് കേട്ടോ. അങ്ങനെ ഇളയാളിരുന്ന് ഉമ്മയൊക്കെ തരുന്നുണ്ട് കയ്യിലിരുന്ന്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് പിന്നെ ബില്ലടിക്കുന്ന ഭാഗത്തേക്ക് വന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വിനാഗിരിയൊക്കെ ഓഫർ ഉണ്ടായിരുന്നെന്ന്. അങ്ങനെ പിന്നെ നമ്മൾ എടുത്തത് മാറ്റിയിട്ട് വേറെ എടുത്തേ കേട്ടോ. വലിയ ബോട്ടിലിന് ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ അതെടുത്തു. പിന്നെ നമ്മൾ ലിക്വിഡ് മാറ്റിയിട്ട് മോർലൈറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഇതാണ് എടുത്തത്. അങ്ങനെ പിന്നെ നമ്മൾ ബില്ലൊക്കെ അടിച്ച് സാധനങ്ങളൊക്കെ നമ്മൾ നേരെ കാറിലേക്ക് കൊണ്ടുപോവുകയാണേ. അന്നേരവും അവർ ഇക്കടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് അവർ ഉരുട്ടാം എന്നുള്ള രീതിയിലാട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ കാറിൽ നമ്മൾ സ്റ്റിക്കറൊക്കെ എടുത്തിട്ട് ഭയങ്കരമായിട്ട് കിടന്ന് തുള്ളിച്ചാടുന്നുണ്ടേ. അങ്ങനെ നമ്മൾ നേരെ പിന്നെ അടുത്ത് വേറൊരു കട, നമ്മളെപ്പോഴും കയറുന്നൊരു ബേക്കറി ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടേക്ക് വന്നു. അവിടെ നിന്ന് കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ഇക്ക മാത്രമേ അത് വാങ്ങാൻ പോയത്. ഞങ്ങളപ്പോൾ കാറിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളതൊക്കെ വാങ്ങി വീട്ടിലെത്തി. അങ്ങനെ കാറൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് നമ്മൾ പിന്നെ നേരെ വീട്ടിലേക്ക് കയറി. പിന്നെ ഇനി ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ.